മോള് കുഞ്ഞാ. നിനക്ക് കുറച്ചുകൂടി പ്രായം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന് ചില കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം മോള് മനസ്സിലാക്കേണ്ടത് അച്ഛൻ അവിടെ പോണത് ശരിയല്ലെന്ന്. ഈ ബന്ധങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. ചെറിയ മുറിവുകളിൽ അത് കൂടുതൽ സംസാരിക്കും. എനിക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ചു നേരം വേണമെങ്കിൽ രഞ്ജിത്തിനൊരു കൂട്ടായിട്ട് അവിടെ ചെന്നിരിക്കാം. ഐസിയുവിൽ കയറി അനാമികയെ കാണാം. എന്തിന്? ആന്റിക്ക് പെട്ടെന്ന് സുഖാവട്ടെ. അച്ഛൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? മോളുടെ കുഞ്ഞു മനസ്സിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ കിടന്ന് മറിയുന്നുണ്ട്. അതിനെയൊക്കെ അതിന്റെ പാട്ടിന് വിട്ടിട്ട് എന്റെ മോള് ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. എന്നാ അച്ഛനും വാ. വരാം. വാ. അനാമിക ആന്റിക്ക് ബോധം വീഴുമ്പോ അച്ഛനെ കാണണമെന്ന് പറഞ്ഞാ അച്ഛൻ പോവോ? കാണണമെന്ന് അനാമിക പറയില്ല. എന്താ? അങ്ങനെ അച്ഛനൊരു വിശ്വാസം. മോള് വാ. ഇവിടെ വാ. ഒരു 5 മിനിറ്റ് മുമ്പേ വന്നതും കൂട്ടി 17ാമത്തെ കോളാ ആ പെങ്കൊച്ച് എന്നെ വിളിക്കുന്നത്. നീ എന്താടാ അവള് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ഓ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ആ പൊന്നുമോനെ, അത്യാവശ്യത്തിന് ഇടവകയിലുള്ളവർക്ക് കാര്യങ്ങൾ പറയാനും എനിക്ക് വല്ല അത്യാവശ്യത്തിനും വേണ്ടിയാ എൻ്റെ കയ്യിലൊരു ഫോണുള്ളത്. അതിലേക്ക് മറ്റുള്ളവരിങ്ങനെ നിരന്തരമായി വിളിച്ച് ശല്യപ്പെടുത്താന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാ. ഇനി ഫാദറിനെ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഓ, അപ്പോഴും നീ കാര്യം എന്താന്ന് പറയില്ല? അത് മൈഥിലി മാം അവളെ വഴക്ക് പറഞ്ഞു, അതിന്റെ ചൂടാ. മൈഥിലി വഴക്ക് പറയണമെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമല്ലോ. ആട്ടെ, എന്താ കാര്യം? അവൾക്കെല്ലാം കുട്ടികളിയാണ് ഫാദർ. ഞാൻ ഫാദറിനോട് പറഞ്ഞില്ലേ ആ രഞ്ജിത്തേട്ടന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടക്കണ കാര്യം. ഓ, ആ സൂസൈഡ് അറ്റംപ്റ്റ്. ആ, അതിന്റെ തിക്കിലും തിരക്കിലുമായിരുന്നു ഞങ്ങളെല്ലാരും. അതിന്റെ ഇടയിൽ പെട്ടെന്ന് അച്ഛൻ തളർന്നു വീണെന്നും പറഞ്ഞ് സ്നേഹ എന്നെ വിളിച്ചു. ആര്? രംഗനാഥനോ? ഹാ, ചുമ്മാ. ഞാൻ ഓടിച്ചെന്നപ്പോ അച്ഛനൊരു കുഴപ്പമില്ല. തിരിച്ചു ചെന്ന് അച്ഛൻ എങ്ങനെയുണ്ടെന്ന് മാം ചോദിച്ചപ്പോൾ ഞാനുള്ള സത്യം കൊണ്ട് പറഞ്ഞു. അത് മാമിന് തീരെ ഇഷ്ടമായില്ല. മാഡം സ്നേഹ വിളിച്ച് കണക്കിന് കൊടുത്തു. ഞാൻ ഫോൺ എടുത്താലേ അതും പറഞ്ഞ് അവൾ എൻ്റെ മെക്കിട്ട് കയറും. അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കാൻ പോയില്ല. അപ്പോ സംഗതി അല്പം ഗൗരവമാണ്. എന്ത് ഗൗരവം? ഇന്നത്തെ രാത്രി കഴിയുമ്പോൾ അവൾ അതങ്ങ് മറക്കും. എന്തായാലും തെറ്റവളുടെ ഭാഗത്താണല്ലോ. ആ, എന്നാ ആയിക്കോട്ടെ. നീ ഡ്രസ്സ് മാറിയിട്ട് എളുപ്പം അങ്ങോട്ട് വാ. പൈപ്പിൽ വെള്ളമില്ല. അതിന്? എടാ, രാവിലെ ആവശ്യത്തിനുള്ള വെള്ളം പള്ളി കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടുവരണം. അച്ഛ, ഞാൻ ഈ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് കയറി വരുമല്ലേ. ഫാദറിന് ഇതൊക്കെ പകല് ചെയ്തു വെച്ച എന്താ? അതേടാ, ഞാന് ഇവിടെ വേലയും കൂലിയും ഒന്നുമില്ലാതെ നിന്നെ നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി വെറും സാധാരണക്കാരനാവാം പോരെ? വേണമെങ്കിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് പോടാ. അല്ലെങ്കിൽ കുളി ഉണ്ടാവില്ല, പ്രാഥമിക കാര്യങ്ങളും ഉണ്ടാവില്ല. പറഞ്ഞേ. ഈ ഫാദറിന്റെ ഒരു കാര്യം. ഡാ പൊന്നുമോനെ, ഇനി വാ. സൗകര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ. സൗകര്യമില്ലായ്മ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നിടത്താണ് ജീവിതത്തോടുള്ള പൊരുത്തപ്പെടലുകൾ. കേട്ടിട്ടുണ്ടോ വല്ലതും? ഞാൻ വന്ന് കോരിക്കോളാം. ഇനി അതിനു വേണ്ടി വചനം പറയണ്ട. എന്താ? സാരെങ്കിലും ഒന്ന് വിളിക്കാമോ? സാർ കുറച്ചു മുമ്പ് കിടന്നല്ലോ. ഒന്ന് വിളിക്കോ? എനിക്ക് കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. ചേച്ചിക്ക് എങ്ങനെയുണ്ട് സാർ? ബോധം വീണിട്ടില്ല. അതേ കിടപ്പ. ഞാൻ സാറിനെ വിളിച്ചിട്ട് വരാം. ആ. എന്താ രഞ്ജിത്ത്? ഈ നേരത്തെ വന്ന് തന്നെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഞാൻ കുറെ നേരമായിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമായിരുന്നു. അപ്പൊ തന്നെ
തന്നെ വന്നൊന്ന് കാണണമെന്ന് തോന്നി. താനെന്താ സാരംഗ് ഹോസ്പിറ്റൽ വരെ ഒന്ന് വരാതിരുന്നത്? അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് വിളിക്കാതിരുന്ന എന്താ? സോറി രഞ്ജിത്ത്, ഞാൻ ആലോചിച്ചതാ. പിന്നെ വേണ്ടാന്ന് വെച്ചു അല്ലേ? അനാമികയ്ക്ക് ഒരുപാട് പരിഗണനകളില്ലേ? കൂടെ പഠിച്ചവൾ, ആദ്യം സ്നേഹിച്ചവൾ, ഏറ്റവും നല്ല അയൽക്കാരി, കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി എത്തുന്നവൾ. ഇതിലേതെങ്കിലും ഒന്നിന് കൃത്യമായി പരിഗണന കൊടുത്തിരുന്നെങ്കിൽ എത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഐ എം റിയലി സോറി. അയാളുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ബോധം വീണിട്ടില്ലടോ. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചപ്പോ മോശമാക്കിയില്ല, കടുത്ത വിഷം തന്നെ തിരഞ്ഞെടുത്തു. ഞാൻ എന്തിനാ വന്നതെന്നറിയോ സാരംഗിന്? താൻ എന്നെ ചതിച്ചിട്ടുണ്ടോടോ? എങ്ങനെ? എടോ, ഭാര്യ അബോധാവസ്ഥയിൽ ആശുപത്രി കിടക്കുമ്പോ ഭാര്യയുടെ പൂർവ്വകാമുകന്റെ മുന്നിൽ വന്നു നിന്ന് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നവന്റെ ഗതികേട് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. യാതൊരു പ്രശ്നവുമില്ലായിരുന്ന തന്റെ കുടുംബം താൻ വലിച്ചെറിഞ്ഞു. അതിന്റെ കാരണം ഇന്ന് വരെ ആർക്കും അറിയില്ല. പക്ഷെ അതിന്റെ ഒരു കാരണം അനാമികയാണെന്ന് ഒരു കുഞ്ഞെങ്കിലും വിളിച്ചു പറഞ്ഞു. ഗതികെട്ടവനാണെങ്കിലും ഞാനും ഒരു ഭർത്താവാടോ. ഭാര്യയെക്കുറിച്ചൊരു കുത്തുവാക്കാണെങ്കിലും ഞാൻ വാടിപ്പോവും. തന്നോട് എനിക്ക് മത്സരിക്കാൻ പറ്റില്ല ഒരു കാര്യത്തിലും. മത്സരിച്ച ഞാൻ വെറും വട്ടപ്പൂജയാവും. തന്നെ എനിക്ക് നന്നായിട്ടറിയാം. താൻ എല്ലാം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ. നേടണമെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്കെല്ലാം നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവനാ. അങ്ങനെ എന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ താൻ? രഞ്ജിത്ത് പ്ലീസ്, താൻ വല്ലാത്ത ടെൻഷനിലാ. അതെ, ആശുപത്രി കിടക്കുന്ന എന്റെ ഭാര്യയ്ക്ക് ബോധം വീഴുമ്പോ എനിക്ക് അവളെ ഒന്ന് ചെന്ന് കാണണമെങ്കിൽ, അവളോട് നേരെ ചൊവ്വയൊന്ന് സംസാരിക്കണമെങ്കിൽ എനിക്കിതൊന്ന് ക്ലിയർ ചെയ്യണമായിരുന്നു. തനിക്കതിനുള്ള ദയവുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നാ കൊള്ളാം. എന്നെക്കുറിച്ചുള്ള തൻ്റെ കണക്കൂട്ടലുകളൊന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല. പിടിച്ചടക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. പക്ഷേ എനിക്ക് താഴെയുള്ളതൊന്നും ഞാൻ കൊതിക്കില്ല, പിടിച്ചടക്കാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചതിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഈ പാതിരയ്ക്ക് ഈ വാക്ക് ഞാൻ വിശ്വസിക്കാം. എന്നാ പിന്നെ ഞാൻ പോട്ടെ. രഞ്ജിത്ത്, തനിക്ക് മറ്റു വല്ലതും? മനസ്സിലായടോ, പണത്തിന്റെ ആവശ്യമുണ്ടോന്നല്ലേ? അവളെ രക്ഷിച്ചെടുക്കാനുള്ള ത്രാണിയൊക്കെ എനിക്കുണ്ട്. എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. താഴോട്ട് നോക്കിയാലും മേലോട്ട് നോക്കിയാലും. ഇന്ന് അത്താഴത്തിരി വൈകിയല്ലേ? എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ പോയി കിടന്നു. ആ, പുറത്താരോ വന്നിട്ടുണ്ടല്ലോടാ. അയ്യോ, ഫാദർ സ്നേഹിയാണ്. ഇവളെന്താടാ രാത്രി ഇവിടെ? ഞാൻ ഫോൺ എടുക്കാത്ത ദേഷ്യത്തിൽ വന്നായിരിക്കും. ഫാദർ എന്നെ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ റൂമിലുണ്ടാവും. ഫാദറെ, അവളുടെ അച്ഛനും ഉണ്ടല്ലോ. അപ്പൊ പിന്നെ കാര്യം എന്തോ വേറെയാ. ആ നോക്കട്ടെ. ആ ഇത് ആരൊക്കെയാ? രണ്ടാളുണ്ടല്ലോ. വാ, അകത്തോട്ട് വാ. ഫാദറിന്റെ പൊന്നുമോൻ എവിടെ? അത് അവൻ പിന്നെ അകത്തുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ നിക്ക്, എന്താ കുഞ്ഞു കാര്യം? പറയാം. എന്റെ ഫാദറെ, ഒന്നും പറയണ്ട. ഇത്ര നേരം അവിടെ ബഹളമായിരുന്നു. അത് കഴിഞ്ഞപ്പോതാ ഇപ്പൊ ഇറങ്ങണമെന്നൊരു പറച്ചില്. വേണ്ട, രാവിലെ പോവെന്ന് പറഞ്ഞതാ. കേൾക്കണ്ടേ?
അയ്യോ ആ സ്നേഹ എന്തീ രാത്രിയില്? ഇവിടെ ഉണ്ടായിരുന്നോ? എടോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകൊണ്ട് ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. എന്റെ ഫോൺ എടുക്കാത്ത എന്താ? അത് ഹോസ്പിറ്റലിൽ തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടോ? ഞാൻ എത്ര ചീത്ത കേട്ടോന്നറിയോ? ഒരു ചേച്ചിയും കൊണ്ട് നടത്താം. ഞാൻ നിന്നോടൊന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞതില് അവർക്കെന്താ? അസൂയ. എടോ മാം അവിടെ വലിയ ടെൻഷനിലാണ്. അതിന്റെ ഇടയിൽ താൻ ഒരു തമാശ ഒപ്പിച്ചാല് ദേഷ്യം വരാണ്ടിരിക്കോ? ദേഷ്യം വന്ന വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാണോ? നാളെ നേരം വെളുക്കട്ടെ, ഞാൻ ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. ഡോക്ടർ മൈഥിലിയുടെ അഹങ്കാരം ഞാൻ നാളെ തീർത്തു കൊടുക്കാം. മൈഥിലി മാമിനെ കുറിച്ചൊന്നും പറയരുത്. എല്ലാം നീ ഒപ്പിച്ചു വെച്ചിട്ട്. കണ്ടോ ഫാദർ, ദേ ഈ രാത്രി മൈഥിലി മാം ഒന്ന് ഫോൺ ചെയ്യട്ടെ, ചാടി പുറപ്പെട്ട് പോവല്ലോ. അത് പോവും. ആ അതാ ഞാൻ പറഞ്ഞത്, എന്നോട് സ്നേഹമില്ലാന്ന്. തന്നോട് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞേ? മോളെ, നിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. അവന് നിന്നോട് നല്ല സ്നേഹമുണ്ട്. ഇനി നമുക്ക് പോയാലോ? അച്ഛനൊന്നും മിണ്ടായിരുന്നേ. ഫാദർ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇനി മുതൽ എന്റെ ഫോൺ വന്നാ എടുക്കാതിരിക്കില്ലെന്ന് ഇവനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കണം. കുഞ്ഞെ, നീ ചെയ്യുന്നത് എന്താണെന്ന് നീ അറിയുന്നില്ല. ഇതിൻ്റെയൊക്കെ പാപം നീ എവിടെ കൊണ്ടുപോയി കളയാനാ? മതി, ബുദ്ധിമുട്ടിച്ചതില് ക്ഷമിക്കണം ഫാദർ. ഇവര് തമ്മിൽ കണ്ട് ഈ പ്രശ്നം തീർത്തില്ലെങ്കിൽ എന്നെ ഉറങ്ങാൻ വിടില്ല. എന്താന്ന് വെച്ചാ പറഞ്ഞു തീർത്തിട്ട് വാ. എന്തോ ആടാ അതൊക്കെ. എടോ, മാഡം തന്നെ ചീത്ത പറഞ്ഞ് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ തൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അച്ഛന് സുഖമില്ലാന്നും പറഞ്ഞ് താൻ എന്നെ വിളിച്ചത് എൻ്റെ പ്രൊഫഷനോട് ഒട്ടും ബഹുമാനമില്ലാത്ത പണിയായിപ്പോയി. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ലെങ്കിൽ മൈഥിലി മാമിനോട് ഞാൻ പറയാം, തന്നെ ചീത്ത പറയുന്നതും ആവർത്തിക്കരുത്. എന്നാ ചെന്ന് പറ. പക്ഷെ എന്ത് തിരക്കിന്റെ ഇടയിലായാലും എന്നെ ഒന്നൊന്ന് കണ്ടാ മതി. ഞാൻ കൃത്യമായിട്ട് വന്നോളാം. പോരെ? ഫാദറിന്റെ മുറിയില് അച്ഛനും കൂടി കിടക്കാൻ സ്ഥലം ഉണ്ടാവോ? എന്തിന്? അല്ല, അച്ഛൻ ഫാദറിന്റെ കൂടെ കിടന്നോളും. അപ്പൊ താനോ? ഞാൻ നിന്റെ കൂടെ കിടക്കും. ഒന്ന് പോയേടിയൊന്ന്. പാതിരാത്രി ആ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ച് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് തമാശ പറയുന്നോ? വന്നേ, വരാൻ. അച്ഛാ, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നേ. ഇനി അച്ഛൻ കൊണ്ടുപോകോ? ഇനി എങ്ങനെയാ മോളെ, പോകാമോ? സോറി അച്ഛാ, എനിക്ക് ഉറങ്ങാൻ പറ്റാഞ്ഞിട്ടല്ലേ, ക്ഷമിച്ചേക്ക്. ആയിക്കോട്ടെ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഫാദർ. ഓ ആയിക്കോട്ടെ. സാധാരണ കുടുംബസ്ഥന്മാർക്ക് ഉപദേശം കൊടുക്കുന്നത് ഞങ്ങൾ അച്ഛന്മാരാ. ഇതിപ്പോ പോയി ഞാൻ വേറെ ആരുടെങ്കിലും ഉപദേശം സ്വീകരിക്കേണ്ട ഗതികേടില്ല. അതൊക്കെ ഞാൻ തരാച്ചോ. ഓ ഗുഡ് നൈറ്റ്. പോട്ടെ. ബൈ അച്ഛാ. നിന്റെ വിധി അനുഭവിച്ചോ? ഗുഡ് നൈറ്റ് ഫാദർ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ നേരത്തല്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതി. സ്തുതിയായിരിക്കട്ടെ. എവിടെയായിരുന്നു? കുറേ നേരമായിട്ട് ഇവിടെ ഒന്നും കാണാനില്ലായിരുന്നല്ലോ. എങ്ങോട്ടാ പോയേ? വീട്ടിലൊന്ന് പോയി. ഒന്ന് പറഞ്ഞിട്ട് പോയായിരുന്നില്ലേ? എന്റെ വീട്ടിലല്ല, മൈഥിലിയുടെ വീട്ടില്. സാരംഗിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അയാൾ ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചു. വന്നില്ല. ഒന്ന് പോയി നേരിൽ കണ്ടു. ബഹളം വല്ലതും ഉണ്ടായോ? ഇല്ല. അയാൾ എന്നോട് സോഫ്റ്റായിട്ടാണ് സംസാരിച്ചത്. എനിക്ക് ചോദിക്കാനുള്ളതെല്ലാം ഞാൻ അയാളോട് ചോദിച്ചു. ഈ മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ പറ്റാഞ്ഞിട്ടാ. വല്ലാത്തൊരു ഗതികേടാ. ഐസിയിൽ കിടക്കുന്ന ഭാര്യയുടെ അടുത്ത് നിന്ന് പാതിരാക്കി ഇറങ്ങിപ്പോയി മറ്റൊരാളെ കാണുന്നതും ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. സാരംഗ് എന്താ പറഞ്ഞത്? അയാൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്നറിയോ? അയാൾക്കൊരു മിനിമം ആഗ്രഹം തോന്നാനുള്ള ഒരാളായിട്ട് പോലും അനാമിക അയാളിപ്പോ പരിഗണിക്കുന്നില്ലെന്നാ. അത് യാഥാർത്ഥ്യമാണോ, ഒളിക്കാൻ വേണ്ട നല്ല മാർഗമാണോ എന്ന് എനിക്കറിയില്ല. എനിവേ, ഞാൻ എൻ്റെ മനസ്സൊന്ന് ക്ലിയർ ചെയ്തു, അത്രേ ഉള്ളൂ. സാരംഗ് ഒരിക്കലും രഞ്ജിത്തിനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ചും ഈ സമയത്ത്. സത്യമാ. നമ്മൾ ഉറങ്ങാതിരിക്കുന്നതും ഉറക്കം കളഞ്ഞവരെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരെയും
നമ്മൾ പ്രതീക്ഷിക്കാന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. ഇനി ഞാൻ ചെന്നതിന്റെ പേരില് മൈഥിലിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ? ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് ബലപ്പെടുത്താൻ രഞ്ജിത്ത് എന്നുള്ള പേര് വേണ്ടല്ലോ. ഒരു കാരണമില്ലാതെ അത് കൃത്യമായിട്ട് നടക്കുന്നില്ലേ? മൈഥിലി, ഒരു കാര്യം എനിക്ക് ഉറപ്പാ. അനാമികയ്ക്ക് ബോധം വരുമ്പോ അവൾ എന്നോട് പറയുന്ന ഓരോ വാക്കും സത്യമായിരിക്കും. ഐ എം ഷുവർ. അതിനപ്പുറത്തേക്ക് ഒരു സത്യവും എനിക്ക് ഈ ലോകത്ത് ആരിൽ നിന്നും കേൾക്കാനില്ല. രഞ്ജിത്ത്, എന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ സംശയത്തിന്റെ എത്രയോ മടങ്ങ് മേലെയാത്താൻ. ഭാര്യയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന തന്നിലെ ഭർത്താവ് അത് തന്നെയാണോ ജയിക്കുക? അത് തന്നെയാ ജയിക്കേണ്ടത്. വിതച്ച 100 കൊയ്യാമെന്ന് അടിയുറച്ച് വിശ്വസിക്കേണ്ട ഒറ്റ സാധനമുള്ള ഈ ലോകത്ത് സ്നേഹം. അത് മനസ്സ് നിറച്ചുണ്ട് തനിക്ക്. മാഡം, മാഡം, അനാമിക എന്ന പേഷ്യന്റിന് ബോധം വീണു. ഓ ഗോഡ്, ഞാനിത് വരുന്നു. അനാമിക, രഞ്ജിത്ത്, അയാൾ പുറത്തുണ്ട്. നിന്നെ ഇവിടെ കൊണ്ടുവന്ന നിമിഷം മുതൽ ഈ ICUവിന് പുറത്ത് ഒരേ കസേരയിൽ ഒരേ ഇരിപ്പ്. ഞാനെങ്ങനെ ഇവിടെ? ഞാൻ വീട്ടിൽ വന്നിരുന്നു. നിങ്ങൾ തമ്മിൽ പിണക്കമാണെന്ന് രഞ്ജിത്ത് എന്നോട് പറഞ്ഞു. ഞാൻ വന്ന് വിളിക്കുമ്പോൾ ഒട്ടും ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്താ ഇത്? നിനക്ക് പഠിപ്പും വിവരവും ഇല്ലേ? എന്നിട്ട് ഇങ്ങനെയൊക്കെ? എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായില്ലേ? ആയി. ഏറ്റവും കൂടുതൽ ആ പാവത്തിനാ. സോറി മൈഥിലി. ആത്മഹത്യ ചെയ്യുന്നവരോട് എനിക്ക് പുച്ഛമായിരുന്നു വളരെ കുഞ്ഞുനാൾ മുതൽ. ജീവിതത്തിനെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്തവരാണെന്ന് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ തർക്കിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു സ്വയം ഇല്ലാതാവാൻ തോന്നുന്ന ഒരാളുടെ മനസ്സ്. എന്റെ ലോകമെന്ന് പറഞ്ഞ അത് രഞ്ജിത്ത് മാത്രം. രഞ്ജിത്തിന് എന്റെ വാക്കുകൾ കേൾക്കണ്ടെങ്കിൽ, രഞ്ജിത്തിന് എന്നെ കാണണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ ഭൂമിയിൽ ഉണ്ടാവുന്നേ? സ്ട്രെയിൻ ഉണ്ടെങ്കിൽ അധികം സംസാരിക്കണ്ട. എനിക്കൊരു കുഴപ്പമില്ല. കുറെ മണിക്കൂറുകളായിട്ട് ആ മനുഷ്യനെ ഞാൻ കണ്ടത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാ. പല തവണ ചോദിച്ചിട്ടാ ഒടുവിൽ നിന്നെ ഒന്ന് കാണാൻ ഞാൻ സമ്മതിച്ചത്. ഇവിടെ പൊട്ടിക്കരയായിരുന്നു. അതിന്റെ അർത്ഥം രഞ്ജിത്തിന് നിന്നോടുള്ള സ്നേഹം കുറെ വാക്കുകൾ കൊണ്ട് തുന്നിപ്പിടിപ്പിച്ചതല്ല, മനസ്സുകൾ ചേർത്ത് തുന്നിയതാ. പിന്നെ എന്തേ ഞാൻ പറഞ്ഞൊന്നും വിശ്വസിക്കാതിരുന്നത്? എന്തിനാ എന്നെ സംശയിച്ചത്? ഉത്തരവില്ലാത്ത ചോദ്യങ്ങളുടെ അറ്റത്ത് നിൽക്കുന്നവളാ ഞാൻ. എന്താ പറയാൻ പറ്റുക? ഞാൻ തന്നോടൊരു ചോദ്യം ചോദിച്ചാ സത്യം പറയാൻ പറ്റുമോ? പറയാം. എന്നെത്താ സംശയിച്ചോ? തന്നെ മറികടന്ന് സാരംഗിനെ ഞാൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് കരുതിയോ? പഴയ പ്രണയത്തിൽ നിന്ന് ഒട്ടും തന്നെ പിന്നോട്ട് പോയിട്ടില്ലെന്ന് കരുതിയോ? പറ. ഡോക്ടറോട് കള്ളം പറയരുതെന്നൊരു ചൊല്ലുണ്ട്. അപ്പോ ഡോക്ടറായ ഞാനും കള്ളം പറയരുതല്ലോ. ഞാൻ അങ്ങനെ ചിന്തിച്ചു. എന്താ കാരണം എന്നറിയോ? ഒരു കടലോളം എന്നെ സ്നേഹിച്ചിരുന്ന മനുഷ്യൻ ഒറ്റ നിമിഷത്തിലാ എന്നെ വേണ്ടാന്ന് പറഞ്ഞത്. ഒന്നല്ല, 100 1000 തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടും കാരണം മാത്രം പറഞ്ഞില്ല. അത്തരം ശൂന്യതയിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്തതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുവോ? എനിക്ക് സംശയിക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, നീ. എന്ന് കരുതി യദുമോനെ കൊണ്ട് അത് പറയിപ്പിച്ചത് ഞാനല്ല കേട്ടോ. അതവനെ പറ്റിപ്പോയതാ. എടോ, ഞാനൊന്ന് ചോദിക്കട്ടെ. സാരംഗിനോട് എനിക്കിനി അടുക്കണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? തന്നെ മറികടക്കണ്ടേ? അതെങ്ങനെ പറ്റും?